വെള്ളത്തിലൊക്കെ നിൽക്കുന്നതാണ്. ഇതിൽ മുട്ടുണ്ട് കണ്ട. ഈ വെള്ളം അധികം കലക്കാത്ത രീതി നമുക്ക് വേണം ഈ മീനെ പിടിക്കാൻ. ഇതേപോലെ ഇതിനകത്ത് കൈ ഇട്ട് ഇളക്കിയപ്പം ഒരു പാമ്പിൻ്റെയോ എന്തോൻ്റെ ഒരു തോല് കിട്ടി. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് നല്ലപോലെ നട്ടൊരു പ്ലാന്റഡ് ആക്കി നമുക്ക് നമ്മുടെ നേരത്തെ ആ റിംഗ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്ത് നമുക്ക് അതിൽ നേരത്തെ നമ്മുടെ പ്ലാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മാറ്റി വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ടാങ്ക് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്ത് നമ്മൾ സ്ഥലവും മാറ്റുന്നുണ്ട്. ആ ടാങ്കിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഈ ഒരു ടാങ്കാണ് നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് സെറ്റ് ചെയ്ത് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ടാങ്കിൽ നമ്മൾ ചെറിയ ചെടിയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കിളിച്ച് കയറി വരുമ്പോൾ തന്നെയാണ് നമ്മൾ വെള്ളം ഇതിനകത്ത് അരച്ചു കൊടുത്തത്. പക്ഷേ അതിപ്പം പതുക്കി വെച്ച് ഇങ്ങനെ മടക്കോട്ട് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു പായൽ. ഇത് അടിയിൽ കൂടെ ശരിക്കും കഴിഞ്ഞാൽ മൊത്തത്തിൽ പടർന്നു കഴിഞ്ഞാൽ ഈ ഒരു ടാങ്ക് കാണാൻ നല്ല രസമായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ആ ചൂണ്ടയിടാൻ പോയിടത്തുനിന്ന് എടുത്ത ഒരു ചെറിയൊരു ചെടിയാണിത്. ഇതിൽ ഇതിൻ്റെ പൂവൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ടാങ്ക് എന്തായാലും ഇപ്പം ഇതിൽ മീനൊന്നുമില്ല. നമുക്കിതിൽ മീനിടണം. മീനിടാതെ പറ്റത്തില്ല. കാരണം ഇങ്ങനെ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കൊതുകും മറ്റ് സാധനങ്ങളൊക്കെ പെരുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പ്ലാറ്റിയെ തൽക്കാലത്തേക്ക് ഇതിൽ മീനെ ഇടുന്നതും വരെ കുറച്ച് പ്ലാറ്റി അതിലോട്ട് ഇടണം എന്തായാലും. ഈ ഒരു ടാങ്കിൽ നമ്മൾ ഇന്നലെ നമ്മുടെ ആ ഒരു മൊത്തം നമ്മുടെ ആ ഒരു പായൽ മൊത്തം നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. മൊത്തം ഇപ്പോൾ മാറ്റി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മൊത്തം ഇതിനകത്ത് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കരിയില്ല, മൊത്തം കരിയില്ല. ഇത് നമ്മുടെ മാവിൻ്റെ കരിയിൽ ഇവിടെ നിറച്ച് നത്തി വീഴുന്നുണ്ടായിരുന്നു. കാരണം ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു. പിന്നെ അതുമല്ല മാവിൻ്റെ നല്ലപോലെ പൊഴിയുന്നുണ്ട്, നല്ലപോലെ ഇല ഇപ്പോൾ പൊഴിയുന്ന സമയമാണ്. അതുകൊണ്ട് നല്ലപോലെ അതിനകത്ത് കരിയില തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. കണ്ടറിയാം, വെള്ളത്തിൽ കിടക്കുന്ന കണ്ടറിയാം. അതുകൂടെ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഈ ടാങ്കിൽ ഇത് മാറ്റി അറിയാം. മൊത്തത്തിൽ ആ കളറ് ഫുള്ള് ഇതായിട്ട് കണ്ടത്. നമ്മുടെ പ്ലാറ്റി ഇഷ്ടംപോലെ പ്ലാറ്റിയെ കാണുന്നുണ്ട്. നമ്മൾ ആ ഇട്ട കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം ചെറിയൊരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതിൽ വേറെ കളറൊക്കെ ഉണ്ട് കണ്ടോ. എന്തായാലും നമുക്ക് ഇതൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് നിന്ന് പിടിച്ച് മാറ്റുന്നത്. കാരണം ഇത്രയും ചെറുതിനെ ഈ ഒരു കലക്ക വെള്ളത്തിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. എന്തായാലും നമുക്കത് ചെയ്യാതെ ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ചെറിയ ഓടിക്കളിക്കുന്ന നമ്മുടെ പ്ലാറ്റി കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്ത് പിടിച്ച് മാറ്റാം. പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. നമ്മുടെ മീനെ ആദ്യം നമുക്ക് മാറ്റാനുള്ള. അപ്പം അതിനും നമുക്ക് ഈ പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം പിടിച്ചെടുക്കാം. അതുമല്ല നമ്മൾ ആകപ്പാടെ എടുത്തിട്ടുള്ള കണ്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാന്റും മറ്റേ അത് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ആദ്യത്തെ ആ ഒരു ബേസിൻ, നിങ്ങൾക്ക് പഴയൊരു വീഡിയോയിൽ അറിയാം, ആദ്യത്തെ ഒരു ബേസിൽ നിന്നാണ് ഇത് വളർത്തിയെടുത്തത് ഈ ഒരു പ്ലാന്റ്. ആ ഒരു ബേസിനിൽ നിന്ന് ഇതൊന്ന് ശരിക്കും വളർന്ന് കയറി വരാൻ കുറച്ച് ടൈമൊക്കെ എടുത്തായിരുന്നു. എന്തായാലും അങ്ങനെ കിളിച്ച് കയറി വന്നിട്ടാണ് നമ്മളിവിടെ പൊട്ടിച്ച് 2 പീസായിട്ട് നമ്മളിവിടെ നട്ട് വെച്ച് ആദ്യം 2-3 ദിവസം അതിനെ കിളിപ്പിച്ചു. ഇച്ചിരി ഇതിൽ വെള്ളം കൊടുത്ത് കിളിപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഫുൾ വെള്ളം നിറച്ചത്. ഇനി ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഫില്ലായിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വെള്ളം നമ്മളെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൊണ്ടുപോയി നമുക്ക് ബാക്കി പ്ലാറ്റി മീനുകളെ പിടിക്കാം. അപ്പോൾ നമ്മുടെ നെറ്റും നമ്മളെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പതുക്കെ ഈ വെള്ളം അധികം കലക്കാത്ത രീതി നമുക്ക് വേണം ഈ മീനെ പിടിക്കാൻ. അതപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം മെയിനായിട്ട്. ഫസ്റ്റ് കോരാൻ പോവാണ്. പെത്തിയെ വേണം പിടിക്കാൻ. കണ്ടോ ഫസ്റ്റ് കോരലിൽ തന്നെ അത്യാവശ്യം ഒരു 4-5 അത്രയുണ്ട്. നോക്കാം. 6 കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. മീനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ പെതിയെ നമുക്ക് ഇതിലെ ഫുള്ള് മീനെ നമുക്ക് പിടിച്ചിട്ട് കാണാം. അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ടാങ്കിൽ നമ്മൾ പിടിച്ചിട്ട് ഏകദേശം ഇത്രയും പ്ലാറ്റി ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാറ്റി കിട്ടിയതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമുക്കിതിൻ്റെ പേരൻസ് പ്ലാറ്റികളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വഴിയിൽ നിന്ന് ആരുടെയോ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി നമുക്ക് കിട്ടിയതായിരുന്നു ഇതിൻ്റെ ഒരു കവർ. അതിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട പ്ലാറ്റിയാണ് ബ്രീഡായി അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ പേരൻസൊക്കെ ഡെഡായിപ്പോയി. ഇതിപ്പം ഈ ഒരു കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം പോയി കാണും, എന്തെങ്കിലുമൊക്കെ പിടിച്ച് കാണും. ഇത്രയൊന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ടാങ്കിൽ മൊത്തം മീനെ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ടാങ്കിൽ നമ്മൾ അന്നേരം ഇട്ട ടൈമിലുള്ള അത്ര മീനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം തന്നെ ഈ ഒരു ടാങ്കിൻ്റെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര മീനൊന്നും കാണത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പിടിച്ച് തിന്നുകയോ ഒക്കെ ചെയ്ത് കാണും.
നമ്മളെന്തായാലും ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടാങ്ക് ഫുള്ള് കരിയില മൊത്തം വടിച്ച് കളയാൻ പോകണം. കാരണം കരിയില വടിക്കുമ്പം ഞാനത് ഈ നേരത്തെ കൈയിട്ട് ഇതേപോലെ കരിയില ഓരോന്ന് പെറുക്കി കളയും ഇതേപോലെ വെള്ളമായി കഴിയുമ്പോൾ ഒക്കെ ചെയ്യുമായിരുന്നു. ആ ടൈമിൽ ചെയ്ത് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇതിനകത്ത് കൈയിട്ട് ഇളക്കിയപ്പം ഒരു പാമ്പിൻ്റെയോ എന്തോൻ്റെ ഒരു തോല് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കൈയിട്ട് ഇളക്കി വാരിയപ്പോൾ അത്രയും കിട്ടുകയും ചെയ്തു. ഞാനങ്ങ് പെട്ടെന്ന് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയി. കാരണം ഇതിനകത്ത് വേറെ വല്ലതും ഉണ്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ തൊട്ട് ഞാൻ അങ്ങോട്ട് അതേ റിസ്ക് എടുക്കുന്നില്ല. ഈ ഒരു എന്താ പറയുക, നമ്മുടെ നെറ്റ് വെച്ചിട്ട് കോരി ഫുള്ള് വെളിയിൽ കളയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അങ്ങ് കയറി പോവല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ കോരുമ്പോൾ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് റിസ്ക് എടുക്കാതെ. അങ്ങനെ ഇപ്പോൾ ഇലയും കാര്യങ്ങളും നമ്മൾ ഇതിനകത്തിലെ ഇലയും അവിടെയുള്ള ഇലയും എല്ലാം മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഇങ്ങോട്ട് മറിച്ച് കളയാം. അതേ നടക്കത്തുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ സക്ക് ചെയ്ത് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ ആ സക്ക് ചെയ്യുന്ന ട്യൂബിൽ വല്ലതൊക്കെ എന്തെങ്കിലുമൊക്കെ കുടുങ്ങി അത് ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് കമത്തുവാണ്. ഇത് വലിയ റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ ഈ കമത്തി ഫുള്ള് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം. ഇത് അതായത് നമ്മുടെ ആ ഒരു ഇടുക്കിന്ന് നമ്മുടെ ടാങ്ക് തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് വെള്ളം ഒഴിച്ചകത്തൊന്ന് ജസ്റ്റ് എന്തെങ്കിലും വെച്ചൊന്ന് ഉരച്ച് ഇതിൻ്റെ ആ പായലും കാര്യങ്ങളൊക്കെ ഫുൾ ക്ലീൻ ആക്കി എടുക്കണം. നമുക്ക് ഉരച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. ഇതേപോലെ വാഴക്കച്ചി ഇതേപോലെ കുറച്ച് വലിച്ചങ്ങ് എടുത്താൽ മതി. വാഴക്കച്ചി വെച്ച് നമുക്ക് ടാങ്ക് നൈസായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ ഇതേപോലെ അഴുക്കൊന്ന് തോന്നിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കേട്ടോ, അവിടെയൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പോകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ളത്. അങ്ങനെ കാഴ്ച നമ്മുടെ ടാങ്ക് ഫുൾ നമ്മൾ പറഞ്ഞ പോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതൊന്നും നമ്മൾ നോക്കണ്ട. കാരണം അതൊക്കെ ഉള്ള പാൽ തന്നെയാണ്. അത് നമ്മൾ എത്ര തേച്ചൊരച്ചാലും പോകത്തില്ല. അല്ലെങ്കിൽ നമ്മളില്ല സ്ക്രബ്ബറോ പോലെ വല്ല കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലപോലെ അത്രയ്ക്ക് കട്ടിക്ക് ഉരയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ അത്ര കട്ടിക്ക് ഉരയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അഴുക്ക് പോലെ തോന്നിക്കുന്ന ഭാഗം മാത്രം ഫുള്ള് ഒന്ന് ഉരച്ച് ക്ലീൻ ആക്കിയതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് നമുക്കിനിയും ഒരു സ്ഥലം നോക്കി നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു ടാങ്ക് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത്. ഇതാകുമ്പം ഇച്ചിരി ഓപ്പൺ ഏരിയ ആണ്. അപ്പം നല്ലപോലെ ഇച്ചിരി വെയിലൊക്കെ കൊള്ളും ശരിക്കും പറഞ്ഞാൽ ടാങ്കിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിംഗ് ടാങ്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്തനാണ് നമ്മൾ ആ ടാങ്ക് വെക്കാൻ പോകുന്നത്. എന്തായാലും നമ്മൾ ആ ഒരു കൊട്ടയിൽ നമ്മൾ കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് ഇത് നിറച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മണ്ണ് നിറയ്ക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ഏകദേശം ഒരു വിരൽ പൊക്കത്തിനാണ് നമ്മൾ ഇതിൽ മണ്ണ് നിറച്ചിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു മണ്ണൊന്ന് നനച്ചു കൊടുക്കണം. നമ്മൾ സാധാ ചെടി നടുന്ന പോലെ അങ്ങനെ അതേപോലെ ഒന്ന് നനച്ചൊന്ന് സെറ്റാക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ടാങ്കിൽ കാണുന്ന ആ ഒരു വള്ളിച്ചെടി പോയി ഇങ്ങനെ കിളിച്ച് കയറിയുന്നുണ്ടല്ലോ, അത് നമ്മുടെ ആ ഒരു ചെറിയ ബേസിനിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് നമുക്ക് നട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫുൾ വെള്ളമൊന്നും നിറയ്ക്കാൻ പോകുന്നില്ല നമുക്ക്. കാരണം ഇത് ഒന്ന് സെറ്റ് ആവാൻ ഒരാഴ്ചയെങ്കിലും മാക്സിമം ആ ഒരു ചെടി അങ്ങനെ ഇരിക്കും. മഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ എടുത്ത് നമ്മുടെ ഈ ഒരു മണ്ണ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ഇച്ചിരി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചള്ളവെള്ളം പോലെ കിടക്കത്തില്ല, അതേപടി ഒന്നാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ചെടി ഒന്ന് നട്ടെടുത്താൽ മതി. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം മൊത്തം ഈ ഒരു മണ്ണ് വലിച്ചെടുത്തിട്ട് എക്സ്ട്രാ വെള്ളമാണ് നിങ്ങൾ ചെറുതായിട്ട് ഈ മണ്ടയ്ക്കാണെന്ന് ഇങ്ങനെ നിൽക്കണം. നമ്മുടെ ഈ ഒരു ചെടി നടുമ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്ക് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഇതും പിന്നെ ഇത് നമ്മുടെ സാധാ നമ്മുടെ തോട്ടിലും ഒക്കെ കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ അവിടെ ശരിക്കും പറഞ്ഞാൽ പൂ ഇട്ട് നിൽക്കുന്ന ഒരു ചെടി. ഇതാണ് ആ ഒരു വെള്ളത്തിലൊക്കെ നിൽക്കുന്നതാണ്. ഇതിൽ മുട്ടുണ്ട് കണ്ട, ഇതാണ് ആ പൂ വരുന്ന ചെടി. ഇതല്ലാതെ നമുക്ക് നട്ടു കൊടുക്കാനുള്ളത് ഇപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് മറ്റേ ആ റിംഗ് ടാങ്കിൽ നട്ടിരിക്കുന്ന ചെടി എടുത്തത്. അത് കണ്ട ഇവിടുന്ന് പൊട്ടി കിളിക്കുന്നുണ്ട്. ഈ ഒരു പൊട്ടി കിളിക്കുന്ന ഭാഗം കണ്ടോ, അവിടെ നിന്ന് എടുത്താണ്. അതേപോലെ ഇതാണ്ട് ഇവിടുന്ന് ഈ ഒരു ചെടി കിളിക്കുന്നിടത്തുനിന്ന് എടുത്താണ്. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ സാധനം ഇങ്ങി പോരും. കേട്ടോ, ഇത്രയും മതി, ഇത്രയും സാധനം മതി. കാരണം ഇവിടുന്ന് പൊട്ടി കിളിക്കുന്നുണ്ട്. ഇത് നേരെ കിളിച്ചു കൊടുക്കാൻ കയറി ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ നക്കുക.
ഇത്രയുള്ള കാര്യം. നല്ല ബൾക്കായിട്ട് തന്നെ കിളിച്ചോളൂ. ഇതിന് ഓരോ കിളിപ്പുണ്ട് കണ്ടോ. ഇനി നമ്മുടെ ഈ ഒരു മുട്ടുള്ള ഈ സാധനം കൂടെ നട്ടു കൊടുക്കും. കാരണം ഇതിന് മുട്ടുണ്ട്, അപ്പം പെട്ടെന്ന് പൂവിടും. അപ്പം നമുക്കിത് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഭാഗം മാത്രം എടുക്കാം. ടാങ്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ ചെടിയായിട്ട് എടുത്ത് നമുക്ക് നടന്നിട്ട് ഇപ്പോൾ ഇതൊക്കെയാണ് നിൽക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അധികം ഇതിൻ്റെ ചെടി പൊങ്ങുന്ന രീതി വെള്ളമില്ലാത്തതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി സാധനം. ഇത് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് ഇറക്കി കൊടുക്കണം. അതേപടി തന്നെ ഇതും. കാരണം ഇത് ഈ വെള്ളത്തിൻ്റെ ഈ കീഴിലായിട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളമില്ലെങ്കിൽ ഇച്ചിരി സീനാണ്. കാരണം ഇത് പെട്ടെന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകും. അപ്പം ഇതിന് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ വെള്ളം കിടക്കണമെന്നേ ഉള്ളൂ. ഇത് തന്നെ പടർന്ന് മൊത്തത്തിനകത്ത് പടർന്നു പോകും. അപ്പം അത്രയും പടരാൻ നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. നമ്മൾ അത്യാവശ്യം അത് മണ്ണിലൊന്ന് വേരുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് വെള്ളം ഫിൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണമായിരിക്കും. ഈ ഒരു പ്ലാന്റ് വെള്ളം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഇതേപോലെ വെള്ളം കിടക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ആ ചെടിയും പോവും. എന്തായാലും നമ്മുടെ ടാങ്ക് സെറ്റിങ് കഴിഞ്ഞു. ഇതിൽ മീനും കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്ന എന്തുവന്ന് നമുക്ക് നോക്കിയിട്ടില്ല. എന്തായാലും നിങ്ങളത് കമൻറ്റായിട്ട് പറയുക ഏത് മീനായിരിക്കും ഒരു പ്ലാന്റ് ടാങ്കിലേക്ക് നമുക്കിടാൻ നല്ലതായിരിക്കും. എല്ലാവരും ഗപ്പിയായിരിക്കും പറയുന്നത്. എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയോ അല്ലെങ്കിൽ ഗപ്പി തന്നെ പറയുന്നെങ്കിൽ നമുക്ക് അത് തന്നെ ഇടാം അതിനകത്ത്. എന്തായാലും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പ്ലാറ്റിയെ തൽക്കാലത്തേക്ക് ഇതിലേക്കാണ് നമ്മൾ ഇറക്കി വിടാൻ പോവാണ്. പോട്ടെ സ്കൂൾ വിട്ട പിള്ളേരെ പോട്ടെ പോകുന്നില്ലേ? പൊക്കോ എല്ലാവരും പൊക്കോ. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ടാങ്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. എന്തായാലും നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് ഇത്രയേ ഉള്ളൂ.